അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസരത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിൻ നസ്രിൽ അസീസ് അൽ-അസീം തഫ്സീർ ഖുർആനിലെ സൂറത്തു നിസായിലെ 16-ാമത്തെ വചനത്തിൻ്റെ വിശദീകരണത്തിൽ സ്ത്രീ പുരുഷന്മാരുടെ ചാരിത്ര ശുദ്ധിയിലേക്കാണ് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഹസരത്ത് ഖലീഫത്തുള്ള പ്രസ്തുത വചനത്തിൻ്റെ വിശദീകരണത്തിൻ്റെ അവസാന ഭാഗത്ത് ഇപ്രകാരം പറയുന്നു: വിമൻ ആൾസോ ആർ ദ ബിയറേഴ്സ് ഓഫ് ദ ലൈറ്റ് ഓഫ് ഇസ്ലാം. ഇസ്ലാമിൻ്റെ പ്രകാശവാഹകരാണ് സ്ത്രീകൾ. അപ്പോൾ അവരെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ പരാമർശിച്ചു. എന്നാൽ ഇക്കാര്യം കൂടി മനസ്സിലാക്കിയിരിക്കണം, അവർ തെറ്റായ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിനു വേണ്ടുന്ന നിയന്ത്രണങ്ങൾ ഒക്കെ പറഞ്ഞിട്ട് ഇസ്ലാമിൻ്റെ പ്രകാശം വഹിക്കുന്നവരാണ് സ്ത്രീകൾ എന്ന കാര്യവും മനസ്സിലാക്കിയിരിക്കണം. They also have the potential to bring thousands of lost souls to the fold of Islam. നഷ്ടപ്പെട്ടു പോയ ആത്മാക്കളെ ഇസ്ലാമിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നതിനുള്ള കഴിവ് അവർക്കുണ്ട് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ ഓരോ സ്ത്രീയും അതിന് കഴിവുറ്റവരാണ് എന്ന കാര്യം അവർ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ കല്യാണം കഴിക്കുന്ന സമയത്ത് ഫദ്ഫർ ബിദാത്തി ദീൻ എന്ന് പറയുന്നത്. ഈ ദീനുള്ള സ്ത്രീകളെ നോക്കണമെന്ന്. അതില്ലാത്ത ഒരു സാധനമായി കാലത്ത് എങ്കിലും ഈ നല്ല കാര്യങ്ങൾ സ്വീകരിക്കുവാനുള്ള ഒരു മനസ്സ് ഉള്ളവരാണെങ്കിൽ അവരുടെ പ്രവർത്തന ഫലമായിട്ട് ഇസ്ലാമിക സംഘത്തിലേക്ക് നഷ്ടപ്പെട്ടു പോയ അനേകം ആത്മാക്കളെ കൊണ്ടുവരാൻ കഴിയും. ഈ സ്ത്രീകളും കൂടെ ചേർന്ന് കഴിയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയും. അതായത് കൂടുതൽ കാര്യങ്ങൾ വരുന്നത് ഇന്ന് കറി എന്തായിരുന്നു, ഇന്ന് എന്തൊക്കെയാണ് ആഹാരം വെച്ചത്, പിന്നെ എന്തൊക്കെ വീട്ട് സാധനങ്ങൾ വാങ്ങിച്ചു, ഇതൊക്കെ കേൾക്കുന്നതുള്ളൂ ഈ സ്ത്രീകൾ തമ്മിൽ സംസാരിക്കുമ്പോൾ. അപ്പോൾ അതല്ലാതെ ഇസ്ലാമിൻ്റെ ഏതെങ്കിലും ഒരു അധ്യാപനത്തെക്കുറിച്ച് ഇന്ന് വരെ രണ്ട് സ്ത്രീകൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ ദീനീപരമായ എന്തെങ്കിലും ഒരു കാര്യം, അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊരു ബോധം വന്നു കഴിഞ്ഞാൽ വേറൊരാളെക്കുറിച്ചൊന്നും നമ്മൾ ചുഴിഞ്ഞന്വേഷിച്ച് കുഴപ്പത്തിൽ ചാടുന്ന ഏർപ്പാടിലോട്ടൊന്നും പോകുകയില്ല. അതുകൊണ്ട് നമ്മൾ പരസ്പരം സഹോദരിമാർ ബന്ധപ്പെടുമ്പോൾ ഇസ്ലാമിൻ്റെ അതിർവരമ്പുകൾക്കകത്ത് നിന്ന് അവർ സംസാരിക്കുകയും ഇസ്ലാമിക അധ്യാപനം അവരിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ഇന്ന് ഞാൻ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് ഞാൻ തഹജ്ജുദ് നമസ്കരിച്ചു, ഞാൻ രാവിലെ ഖുർആൻ ഓതി, അല്ലെങ്കിൽ ഞാൻ അല്പനേരം ദിക്റിലിരുന്നു, എന്തിത്യാദി കാര്യങ്ങളൊന്നും സ്ത്രീകൾ
അല്ലെങ്കിൽ ഞാൻ സ്ത്രീകളെ മാത്രം പറഞ്ഞ് എനിക്ക് അടി കിട്ടേണ്ട, പുരുഷന്മാരും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ പറയാം. വളരെ അപൂർവം ചില ആളുകൾ അങ്ങനെ ഉള്ള കാര്യങ്ങൾ പറയാറുണ്ട്. എന്നാലും നമുക്ക് ഇസ്ലാമിൻ്റെ യഥാർത്ഥമായ ആ പ്രസ്ഥാനത്തിലേക്ക് അനേകം ആളുകളെ ഇസ്ലാമിക അധ്യാപനത്തിലൂടെ കൊണ്ടുവരുവാൻ ഈ സഹോദരിമാർക്ക് കഴിയും. അത് അവരുടെ സംസാരവും അവരുടെ പ്രവർത്തനങ്ങളും ഈ രീതിയിലേക്ക് അവർ കൺവെർട്ട് ചെയ്യുകയാണെങ്കിലാണ്. ഖുർആൻ പാരായണം ചെയ്യുകയും കൃത്യസമയത്ത് നമസ്കരിക്കുകയും തഹജ്ജുദ്, നഫ്ല്, ദുഹാ നമസ്കാരങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇസ്ലാമികമായ ദൈനംദിന പ്രവർത്തനങ്ങൾ, മറ്റ് ജോലികളൊക്കെ ഇഹലോക കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതിനോടൊപ്പം അതിനേക്കാൾ മഹത്വപൂർണമായ ഒരു ജോലി നമ്മൾ ഓരോരുത്തരും നിർവഹിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ ഓരോരുത്തരുടെയും മരണം ഏത് സമയത്തും കടന്നു വരുന്നതാണ്. അപ്പോൾ ആത്മീയമായി ഒറ്റയ്ക്ക് നമ്മൾ കടന്നു പോകേണ്ടുന്ന ആ സ്ഥലത്തേക്കുള്ള മുന്നൊരുക്കങ്ങൾ ചെയ്യാതെ ഇഹലോകത്ത് നമ്മൾ അമർന്നു പോകരുത്. ആൻഡ് ദേ ഹാവ് ദ റൈറ്റ് ടു വർക്ക് ഫോർ എ ലിവിങ്. ജീവിക്കുന്നതിന് വേണ്ടി ജോലി ചെയ്യുവാനുള്ള അവകാശം തീർച്ചയായിട്ടും അവർക്കുണ്ട്. ബട്ട് ദേ മസ്റ്റ് ബി കോൺഷ്യസ് ഓഫ് ദെയർ ലിമിറ്റ്സ്. പക്ഷേ അവരുടെ പരിമിതികൾ അവർ മനസ്സിലാക്കേണ്ടതാണ്. ആൻഡ് ദ വേ ദേ ഹാവ് ടു അഡ്രസ് പീപ്പിൾ, ആളുകളെ എങ്ങനെയാണ് അവർ അഭിസംബോധന ചെയ്ത് അവർ ഈ നന്മയിലേക്ക് കൊണ്ടുവരേണ്ടത് എന്നതേക്കുറിച്ച് അവർ മനസ്സിലാക്കിയിരിക്കണം. സോ ദർ ഇസ്ലാം ഈസ് നോട്ട് ഡിഫൈൽഡ്. അങ്ങനെയായാൽ അവരുടെ ഇസ്ലാം ഒരിക്കലും ദുഷിച്ചു പോവുകയില്ല. ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നിലയിൽ നന്മയ്ക്ക് വേണ്ടി നന്മ സംസാരിക്കും, നന്മ പ്രവർത്തിക്കും, നല്ലതിനു വേണ്ടി നിലകൊള്ളും. അല്ലാത്തതിനൊന്നും നമ്മുടെ സാന്നിധ്യം ഉണ്ടാകില്ല എന്ന ഉറപ്പ് നമ്മൾ ഓരോ സ്ത്രീകളും അടിവരയിട്ട് അവർ മനസ്സിലാക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്താൽ സഹോദരിമാർക്ക് കിട്ടുന്ന അതിമഹത്തായ, ഒന്ന് തെറ്റി അനങ്ങിപ്പോകാൻ സാധ്യതയുണ്ടെങ്കിൽ പുരുഷന്മാരെ പോലും നന്നാക്കിയെടുക്കുന്നതിന് നിങ്ങൾ തഹജ്ജുദ് നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ പുരുഷന്മാർ ഉറങ്ങുകയാണെങ്കിൽ അവരെ നിങ്ങൾക്ക് ഉണർത്താം. അങ്ങനെ നിങ്ങൾക്ക് അതിനുള്ള റൈറ്റ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഇങ്ങനെ നന്മയിലേക്ക് കുടുംബാംഗങ്ങളെ, അതിലൂടെ സമൂഹത്തിലെ അംഗങ്ങളെ കൊണ്ടുവരുന്നതിനും സ്ത്രീകൾക്ക് കഴിയും. അലീമസമായ ഇസ്ലാമിൻ്റെ യാതൊരു ദുഷിച്ച കാര്യങ്ങളും അവരിലേക്ക് സന്നിവേശിക്കാതിരിക്കാനുള്ള മുൻകരുതലുകളും എടുക്കേണ്ടതാണ്. Therefore, men have no right to restrict their women from good deeds. നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ നിന്നും തങ്ങളുടെ സ്ത്രീകളെ തടയുവാനുള്ള ഒരവകാശവും പുരുഷന്മാർക്കില്ല. അത് പാടില്ല. അവരേതെങ്കിലും ഒരു നന്മയായ പ്രവർത്തനം ചെയ്യുകയാണെങ്കിൽ അതിന് കൂടുതൽ സപ്പോർട്ട് ചെയ്യുകയല്ലാതെ അതിനൊരു തടയിടുകയാണെങ്കിൽ അത്തരം പുരുഷന്മാർ ജാഗ്രതയിലായിരിക്കണം. തീർച്ചയായിട്ടും അള്ളാൻ്റെ ഖലീഫ പറയുന്നു, മെൻ ഹാവ് നോ റൈറ്റ്, പുരുഷന്മാർക്ക് ഒരവകാശവുമില്ല ടു റെസ്ട്രിക്ട് ദെയർ വുമൻ, അവരുടെ സ്ത്രീകളെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ, ഫ്രം ഗുഡ് ഡീഡ്സ്, അവർ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിനെ നിയന്ത്രിക്കാൻ നിങ്ങൾക്കൊരവകാശമില്ല. പ്രൊവൈഡഡ് ദേ ആർ ആക്ടിങ് അക്കോർഡിംഗ് ദ പ്രിസെപ്റ്റ്സ് ഓഫ് ഇസ്ലാം. എന്നാൽ ഇസ്ലാമിൻ്റെ ആ തത്വസംഹിത അനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തിക്കൊള്ളണം. ആൻഡ് ആർ പ്രിസർവിങ് ദ ഓണർ ഓഫ് ദെയർ ഹസ്ബൻഡ്സ്, അവരുടെ പ്രവർത്തനങ്ങൾ അവരുടെ ഭർത്താക്കന്മാരുടെ അഭിമാനത്തിന് ദോഷം വരുന്നതല്ല എന്നും, അല്ലെങ്കിൽ അവരുടെ രക്ഷകർത്താക്കൾക്ക് ദോഷം വരുന്ന രീതിയിലല്ല അവരുടെ പ്രവർത്തനങ്ങളെന്നും അത് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ അവർക്ക് നന്മ ചെയ്യുവാനുള്ള എല്ലാ അവകാശങ്ങളും സ്ത്രീകൾക്കുണ്ട്. അത് തടയുവാനുള്ള ഒരവകാശവും പുരുഷന്മാർക്കില്ല. എന്നാൽ തങ്ങളുടെ ഭർത്താക്കന്മാർക്കും തങ്ങളുടെ മാതാപിതാക്കൾക്കും അപമാനം വരുന്ന ഒരു പ്രവൃത്തിയും അവർ ചെയ്യുന്നില്ല എന്ന ഒരു കണ്ണ് അവരുടെ മേൽ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. Therefore, it is in that way that Allah has liberated women. ഈ രീതിയിൽ അല്ലാഹു തആല സ്ത്രീകളെ മോചിതരാക്കിയിരിക്കുകയാണ്. അവർക്ക് അവരുടെ അവകാശം സ്ഥാപിച്ചു കൊടുത്തിരിക്കുകയാണ്. നല്ലത് ചെയ്യാനുള്ള എല്ലാ അവകാശങ്ങളും അവർക്ക് സ്ഥാപിച്ചു കൊടുത്തിരിക്കുന്നു. അതിനു വേണ്ടുന്ന എല്ലാ പിന്താങ്ങലുമായിട്ടായിരിക്കണം പുരുഷൻ അവരുടെ കൂടെ നിൽക്കേണ്ടത് എന്നും ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാടും അധ്യാപനവും അതാണ്. ദാറ്റ് ഈസ് ദ ലിബർട്ടി ഈസ് ഫൗണ്ട് ഇൻ സ്പിരിച്വാലിറ്റി.
അങ്ങനെ ആത്മീയതയിൽ അവരുടെ സ്വാതന്ത്ര്യം വളരെ വലുതാണ്, വളരെ കൂടുതലാണ്. In being devoted to the cause of truths and representing the embodiment of chastity and purity of the female gender. ഈ സ്ത്രീ സമൂഹത്തിൻ്റെ പരിശുദ്ധിയും അവരുടെ ആത്മീയ ഉയർച്ചയും, ചാസ്റ്റിറ്റി ആൻഡ് പ്യൂരിറ്റി, അവരുടെ പാതിവൃത്യവും അവരുടെ പരിശുദ്ധിയും, അത് സ്ത്രീവർഗത്തിൻ്റേത് കാത്തു സൂക്ഷിക്കുന്ന അവരൊരു എംബോഡിമെൻ്റ് ആയിരിക്കണം, അതിൻ്റെ സാക്ഷാത്കാരമായിരിക്കണം. അവർ അതിനുവേണ്ടി നിലകൊള്ളുന്നവരാണെന്ന്. എന്തിനു വേണ്ടി? പരിശുദ്ധമായ ജീവിതത്തിന്. അതുപോലെ യാതൊരു രീതിയിലുള്ള അനാശാസ്യമായ പ്രവർത്തനങ്ങളും ഉണ്ടാകാതെ പാതിവൃത്യം കാത്തു സൂക്ഷിക്കുന്ന നിലയിലായിരിക്കണം അവരുടെ വാക്കും പ്രവർത്തനം. ചാസ്റ്റിറ്റി ആൻഡ് പ്യൂരിറ്റി ഓഫ് ഫീമെയിൽ ജെൻഡർ, അത് കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി നിലകൊള്ളുന്നവരാണ് എന്ന് എപ്പോഴും സഹോദരിമാർ ജീവിതം കൊണ്ട് ഉറപ്പാക്കേണ്ടതാണ്. അതിനുവേണ്ടി ആയിരിക്കണം നിലകൊണ്ടത്. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ ഈ തത്വസംഹിതകൾ നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ സഹോദരിമാരുടെ ഉള്ളിലേക്ക്, നമ്മുടെ പെൺമക്കളുടെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് അവർ നന്മയുടെ മൂർത്തിമത് ഭാവമായി മാറണം. അതിനു വേണ്ടുന്ന എല്ലാ സപ്പോർട്ടുകളും ചെയ്യണം. നന്മ ചെയ്യുന്നതിൽ നിന്നും ഒരണുകിട പോലും അവർക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ പാടില്ല എന്നും നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. അതിലൂടെ മാത്രമേ ഈ സമൂഹം രക്ഷപ്പെടുകയുള്ളൂ, നന്മയിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ പറഞ്ഞത്, ഈ മാതാക്കളുടെ കാൽപാദത്തിനടിയിലാണ് ഈ സ്വർഗം കുടികൊള്ളുന്നത് എന്ന് പറയുന്നത്. ഇവരിങ്ങനെ വിതയ്ക്കുന്ന ഈ വിത്തുകൾ വളർന്നു വലുതായി പുഷ്പിച്ച് കായ്ച്ച് ഫലങ്ങൾ നൽകി തണലേകുന്ന വൃക്ഷമായി, വടവൃക്ഷമായി മാറണം. അതിന് നമ്മുടെ സഹോദരിമാർക്ക് ഈ രീതിയിലുള്ള ആത്മീയ വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം. അവരും ഒറ്റയ്ക്കുള്ള യാത്രയാണ്. ഈ ലോകം വിട്ടു പോകുമ്പോൾ ഇഹലോകത്തിൽ ഒന്നും കാണുകയില്ല അവരുടെ നന്മയായ പ്രവർത്തനങ്ങളല്ലാതെ. അതുകൊണ്ട് മുതൽ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ അവിടെ സുരക്ഷിതമായി മുന്നേറാനാണ്. ഇവിടെ നമുക്ക് പലരും കാണും, പക്ഷേ അവിടെ നമ്മൾ ഒറ്റയ്ക്ക് കാണുകയുള്ളൂ. ആ ഒറ്റയ്ക്കുള്ള യാത്രയ്ക്കുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുവാൻ ഇസ്ലാം എപ്പോഴും മുന്നോട്ട് ഉപദേശം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വേണ്ടതുപോലെ ഗ്രഹിക്കുവാനും അതനുസരിച്ച് നന്മയിൽ അധിഷ്ഠിതമായ ജീവിതം പടുത്തുയർത്തുവാനും സഹോദരിമാർ തമ്മിൽ സംസാരിക്കുമ്പോൾ ആത്മീയമായ ഏതെങ്കിലും 700 കൽപ്പനകളുണ്ട്, അതിലേതെങ്കിലും ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുവാനും പരസ്പരം വസിയത്ത് ചെയ്തുകൊണ്ട്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തുകൊണ്ട് ആ സംസാരം അവസാനിപ്പിക്കാനും, അല്ലാതെ മീൻകറിയിൽ മാത്രം അവസാനിപ്പിക്കാതെ, മുരിങ്ങയ്ക്ക കിട്ടിയെന്നുള്ള കാര്യത്തിൽ മാത്രം അവസാനിപ്പിക്കാതെ ഈ ആത്മീയമായ ഭക്ഷണം കൂടി അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം. അതിലായിരിക്കണം സംസാരം അവസാനിപ്പിക്കേണ്ടത്. അതിനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കൊരോരുത്തർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജസാക്കുമുല്ലാഹു അഹ്സനൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.